ഈ കപ്പൽ തകരില്ല സാർ. ഈ കപ്പൽ തകര് ഇടക്കിടക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കും. ചാനലിൽ പണിയെടുത്തതല്ലാതെ നാട്ടിൽ അധ്വാനിച്ച് പണിയെടുക്കുന്ന ഒരു സഖാവിന് ഉള്ള രാഷ്ട്രീയ ബോധമോ ജനബന്ധമോ ഇല്ല. മുഖ്യമന്ത്രി പിടുവിനെ മണിയടിച്ച് ശീലമല്ലാത്ത ഒരു ശീലവും ഇല്ലാത്ത ഒരാളെ പിടിച്ച് ആരോഗ്യ വകുപ്പ് ഏൽപ്പിച്ചത്. എന്തൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ ആരോഗ്യമന്ത്രിയുടെ സ്ഥിതി എന്തായിരുന്നു? അവരാണ് കഴിഞ്ഞ ഗവൺമെന്റിൽ ഇത്തിരിയെങ്കിലും പെർഫോം ചെയ്ത്. ഒരു വലിയ സംഭവമായിട്ടല്ല, ബാക്കിയുള്ളവർക്ക് അതിനേക്കാൾ മോശമായിരുന്നു എന്നതുകൊണ്ട് അവർ കുറച്ച് പെർഫോം ചെയ്തു. ശൈലജ ടീച്ചർ ആ ഒറ്റ കാരണത്തിലല്ല അവരെ മാറ്റിയത്. എന്നിട്ടുള്ള ഈ മണിയടി വീരത്തിയെ കൊണ്ടുവന്ന് നിങ്ങൾ ആരോഗ്യമന്ത്രിയാക്കിയത്. എന്നിട്ട് ഇപ്പൊ എന്താ സ്ഥിതി? സർജിക്കൽ വാർഡിൽ വെള്ളം കയറുമ്പോൾ ബോധം കെട്ടാൽ പ്രശ്നം തീരുവോ? കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ OP കത്തുമ്പോ ഒരു വയറിംഗ് മാറ്റിയിട്ട് അവിടെ വീണ്ടും OP ഓപ്പൺ ചെയ്യാൻ സൗകര്യമൊരുക്കാതെ മാറി നിൽക്കലാണോ നിങ്ങൾ ചെയ്യുന്ന ആരോഗ്യ മേഖല പരിരക്ഷ എന്ന് പറയുന്നത്? ആണോ? ഇതെന്തൊരു സർക്കാരാണ്? ഈ നാട്ടിലെ അശരണരായ ദുർബലരായ മനുഷ്യരുടെ ആശാകേന്ദ്രമായി ആ ഓഫീസ് മാറേണ്ടതുണ്ട്. ഇന്നലെയും കഴിഞ്ഞ നാളുകളിലുമൊക്കെ പാർട്ടിയുടെ ലീഡർഷിപ്പ് കൊടുത്തിരുന്ന ഒരു ബാധ്യതയോ ഉത്തരവാദിത്തമോ അല്ല പുതിയ കാലത്ത് പാർട്ടിയുടെ സാരഥ്യം വഹിക്കുന്നവർക്കൊന്നും ഉണ്ടാവുക. മനുഷ്യരുടെ ചിന്താഗതികൾ, കാലത്തിന്റെ പൊതുവികാരങ്ങൾ, സാമൂഹ്യമായ ക്രമങ്ങൾ, എല്ലാത്തിലും മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അന്നത്തെ നേതാക്കന്മാരൊക്കെ ചെയ്തിരുന്ന പോലെ അതതു കാലങ്ങളോട് സംവദിക്കുന്ന ഈ നാട്ടിലെ എല്ലാ ചെറുപ്പക്കാരെയും വിദ്യാർത്ഥികളെയും ഈ നാട്ടിലെ സകലമാന മനുഷ്യരുടെയും, പാടുന്നവരുണ്ട്, പറയുന്നവരുണ്ട്, എഴുതുന്നവരുണ്ട്, അഭിനയശേഷിയുള്ളവരുണ്ട്, അങ്ങനെ എല്ലാ സാംസ്കാരിക മണ്ഡലങ്ങളിലും പ്രവർത്തിക്കുന്നവരൊക്കെയും ആശ്രയിക്കാൻ കഴിയുന്ന, അവർക്ക് പ്രചോദനം നൽകാൻ കഴിയുന്ന ഇടമായി നമ്മുടെ ഓഫീസ് മാറണം. രാഷ്ട്രീയത്തിന്റെ ഊഷരമായ ഒരു ഭൂമികയിൽ മാത്രം നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമല്ല ലീഗ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അസംബ്ലി വരും, അസംബ്ലി കഴിഞ്ഞാൽ പാർലമെന്റ് വരും, അതിനിടയിൽ പലതരം തെരഞ്ഞെടുപ്പുകൾ വരും. ഇതിലൊക്കെ മത്സരിക്കാനും നിൽക്കാനും പറ്റുന്നവരെ പാകപ്പെടുത്തിയെടുക്കുന്ന ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം മാത്രമല്ല ലീഗിൻ്റെത്. നാട്ടിലെ മനുഷ്യരുടെ, പ്രകൃതിയുടെ, നാട്ടിലെ സകല ജീവജാലങ്ങളുടെയും മണ്ണിന്റെയും മനുഷ്യരുടെയും ഒക്കെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്ന വിധത്തിൽ സാംസ്കാരികമായ അവധാനതയുള്ള ഒരു ജനസമൂഹമായി നമ്മുടെ ആളുകളെ വളർത്തുന്ന തരത്തിൽ പുതിയ കാലത്തെ കുട്ടികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. കുടുംബങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ചെറുപ്പക്കാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ആരോഗ്യപരമായി ഒരു ജനത അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. എല്ലാത്തെയും അഡ്രസ് ചെയ്യാൻ കഴിയുന്ന വിവിധ തരങ്ങളിൽ, വിവിധ മേഖലകളിൽ അവരോടൊക്കെയും സംവദിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇടപെടലുകളുടെ കേന്ദ്രമായി ഈ ഓഫീസ് മാറുമ്പോഴാണ് നിങ്ങൾ ഈ ഓഫീസ് കെട്ടിടം, അതിന്റെ ഉദ്ഘാടനം നിർമ്മാണ സമയം മുതൽ ഇത്ര വൈകി തുടങ്ങുമ്പോഴും ഇനിയുള്ള കാലത്തിലെ ബാധ്യതകളായി നിങ്ങൾക്ക് ഏറ്റെടുക്കാനുള്ള വെല്ലുവിളി എന്ന് ഞാൻ അതിന്റെ നടത്തിപ്പുകാരായ സുഹൃത്തുക്കളെ മുഴുവൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾ ഈ ഓഫീസിനു വേണ്ടി സമയവും പണവും ഒക്കെ അധ്വാനം ചെലവഴിച്ച ഒരു സമൂഹത്തോട് നിങ്ങൾ ഉത്തരവാദിത്വം ഉണ്ടാവുന്നുള്ളൂ എന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടാവണമെന്ന് കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പുതിയ കാലത്തെക്കുറിച്ച് ബഹുമാന്യനായ തങ്ങൾ ചെറിയ സമയത്ത് പറഞ്ഞു. നമ്മൾ ഇവിടെ എത്ര സ്വച്ഛന്തമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നേരെ മുമ്പിലെ പള്ളിയിൽ നിന്നാണ് ബാങ്കുലി കേൾക്കുന്നത്. ആളുകൾ ഇപ്പോൾ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുന്നുണ്ട്. കുറെ ആളുകൾ. ഞാൻ വരുന്ന വഴികൾ, നിങ്ങൾ തിരിച്ചു പോകുന്ന വഴികൾ, എല്ലാത്തിലും ഒരു സ്വസ്ഥതയുടെ സാന്നിധ്യമുണ്ട്. പക്ഷെ നിങ്ങൾ ഓർക്കേണ്ടത്, നമ്മളെപ്പോലെ കുറെ മനുഷ്യർ, നമ്മളെപ്പോലെ എല്ലാമുള്ള മനുഷ്യന്മാർ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾ ഓർത്തു നോക്കാറുണ്ടോ?
ഒരു ചടങ്ങ് പോലും ഗസയെ ഓർക്കാതെ ഈ സമൂഹത്തിൽ കഴിഞ്ഞു പോവരുത് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എത്രമേൽ സങ്കടകരമായാണ് ഒരു ജനത അവിടെ ജീവിക്കുന്നത്. എന്തെല്ലാം ദുരന്തങ്ങളാണ് അവർ ഓരോ ദിവസവും അഭിമുഖീകരിക്കുന്നത്. ഒക്ടോബർ 7 വരുമ്പോൾ വീണ്ടും ഒരു കൊല്ലം കൂടി കഴിയുകയാണ്. ഗസയിലെ അതിഭീകരമായ മനുഷ്യത്വ വിരുദ്ധമായ വേട്ടയുടെ ഏകദേശം 1 വർഷം. നിങ്ങൾ ഓർത്തു നോക്കണം, നിരന്തരമായ കലാപങ്ങൾ, നിരന്തരമായ കൊലപാതകങ്ങൾ. കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പാണ് ഒരു ഡോക്ടർ തന്റെ മക്കളെ വീട്ടിൽ ആക്കിയിട്ടവർ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരുക്കി കൊടുക്കുന്നതിന് മുമ്പ് ആശുപത്രിയിലേക്ക് പോവുകയാണ്. പോകുമ്പോൾ പറയുന്നുണ്ട്, എനിക്ക് ഒരു മണിക്കൂർ മുമ്പ് അവിടെ എത്തിയാൽ എത്ര മനുഷ്യരാണ് ഇവരുടെ ബോംബിങ്ങിലും ഇവരുടെ ഭീകരമായ ആക്രമണങ്ങളും ഏറ്റു വരുന്നത്, ഒരാളെ രക്ഷിക്കാൻ കഴിഞ്ഞെങ്കിലെന്ന്. ഏകദേശം ഉച്ചയുടെ സമയത്ത് ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ പോയി തളർന്ന് ക്ഷീണിച്ച അവരുടെ മുമ്പിലേക്ക് വന്ന 8 മയ്യത്തുകൾ അവർ വീട്ടിലാക്കി പോന്ന അവരുടെ മക്കളായിരുന്നു. നമ്മൾ കാണുന്ന എന്തെല്ലാം സങ്കടങ്ങളുണ്ട് ഗസയുടെ മണ്ണിൽ, അവിടെ നടക്കുന്ന എന്തെല്ലാം വേദനകളുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഒരു ഡോക്ടറാണ് തുടങ്ങി വെച്ചത്. ഒരു അരമണിക്കൂർ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നെറ്റ്വർക്കുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ നെറ്റ് കണക്ഷൻ നിങ്ങളൊന്ന് വിച്ഛേദിക്കുക. ഒരു പ്രതിഷേധം. ഞാൻ എണ്ണമൊന്നും എടുക്കാൻ ശ്രമിക്കുന്നില്ല. നിങ്ങളിൽ എത്ര പേരാണ് ആ ആഹ്വാനത്തിന്റെ കൂടെ നിന്നത് എന്ന് നിങ്ങൾ മനസ്സാക്ഷിയോട് ചോദിക്കണം. ഒരു അരമണിക്കൂർ നിങ്ങളുടെ നെറ്റ് ഓഫ് ചെയ്തു വെക്കുക. ലോകത്തിൽ എല്ലാവരും ചെയ്യേണ്ടുന്ന ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി നടത്തിയ ക്യാമ്പയിനാണ്. എത്ര പേർ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്, ആളുകളെ നിരന്തരമായി ഒരു 40 കിലോമീറ്ററിന്റെ ചുറ്റളവിൽ മനുഷ്യരെ ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുമ്പോഴും ബന്ദികളെ മോചിപ്പിക്കാൻ ഇപ്പോഴും ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. ഇന്ന് തീർക്കും എന്നവർ പറയുന്നുണ്ടെങ്കിലും അവരിപ്പോഴും ആ പോരാളികളുടെ മുമ്പിൽ തോറ്റുകൊണ്ടേയിരിക്കുകയും ആയുധം കൊണ്ട് ജയിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുകയാണ്. ഇതേ സമയത്താണ് ലോകത്ത് ഒരു തരത്തിലും ലോകത്തിൽ ആർക്കും ന്യായീകരിക്കാൻ കെൽപ്പില്ലാത്ത വിധം ഇസ്രായേൽ എന്ന് പറയുന്ന ഭ്രാന്തമായ ഒരു രാഷ്ട്രം ഇറാന്റെ മുകളിൽ ബോംബ് വർഷിക്കുന്നത്. നമ്മളൊക്കെ അത് കണ്ടതാണ്. എന്തിനായിരുന്നു അത് എന്ന് ആർക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇന്നതാ വീണ്ടും വേറെ ഒരു രാജ്യത്തെ അവർ ആക്രമിച്ചിരിക്കുന്നു. ഇന്ത്യ പോലെ ഒരു രാജ്യത്തിനെടുക്കാൻ ഈ രാജ്യമെടുത്ത നിസ്സഹായമായ ഒരു നിലപാടുണ്ട്. അവിടെയാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഈ രാജ്യം ഇറാനുമായി ഒരുപാട് തരത്തിൽ ബന്ധമുള്ള രാജ്യമാണ്. ഇപ്പോഴും അതില്ലെന്ന് പറയാൻ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഫാസിസ്റ്റ് ഭരണാധികാരിക്ക് കഴിയില്ല. അത്രമേൽ തന്ത്രപ്രധാനമായ ഇടത്താണ് ഇസ്രായേലിന്റെ നിൽപ്പുള്ളത്. ഇന്ത്യയുമായി നല്ല ബന്ധമുണ്ട്, ഇന്ത്യക്ക് പലതരത്തിലുള്ള ഇടപാടുകളുണ്ട്. എന്നിട്ടും ഇറാനുമായി ഉണ്ടായ ഒരു യുദ്ധത്തിനകത്ത് നിലപാട് സ്വീകരിക്കാൻ ഈ രാജ്യത്തിന് കഴിഞ്ഞില്ല. നിങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ എത്രമേൽ ഗൗരവത്തോടെ ഉള്ളതാക്കണം എന്നതിന്റെ ഒരു ഉത്തരമാണത്. നമ്മൾ വിചാരിക്കുന്നില്ലേ, ഒരു വോട്ട് നിൽക്കുന്ന സ്ഥാനാർത്ഥിയുടെ ഗുണം, നിറം, മണം ഒക്കെ നോക്കിയിട്ട് ചുമ്മാ ചെയ്യുന്ന ഒരു വോട്ട് അങ്ങനെയല്ല ഇത്. അങ്ങനെ വോട്ടുകൾ നിസ്സാരമാക്കിയിട്ടതിന്റെ ഫലമാണ് ഇന്ന് ഇന്ത്യയും ഒരുപക്ഷെ ഏഷ്യയും അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലെ നിങ്ങളുടെ വോട്ടിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഈ രാജ്യത്തിന് നിലപാടുണ്ടായിരുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത്, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് യാസർ അറഫാത്തിനെ കാണാൻ നമ്മുടെ അഭിമന്യനായ നേതാവ് ഈ അഹമ്മദ് സാഹിബിനെ പറഞ്ഞുവിടുന്ന ഒരു സമയമുണ്ട്. എന്റെ സഹോദരനാണ് യാസർ അറഫാത്ത് എന്ന് ഇന്ദിരാഗാന്ധി പറയുന്ന നിമിഷങ്ങളുണ്ട്. ഈ ഏഷ്യയിൽ മുഴുവൻ സമാധാനം ഉണ്ടാവണം. ഇന്ത്യക്കാർ മാത്രം സന്തോഷിച്ചാൽ മതിയോ? നമ്മൾ മാത്രം സുഖമുള്ളവരായാൽ മതിയോ? ഇന്ത്യയുടെ സംസ്കാരം അതല്ല. വസുദൈവ കുടുംബകം എന്ന് പറയുന്നത് ഒരു കേവല സംസ്കൃത പദമല്ല, ഒരു രാഷ്ട്രത്തിന്റെ സംസ്കാരമാണ്. ആ സംസ്കാരത്തെ ഏറ്റെടുത്തയാളാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ചേരിചേരാ നയം അതിന്റെ ഭാഗമാണ്. ഏഷ്യയിൽ സമാധാനം ഉണ്ടാകണം. അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ ഇറാന്റെ മുകളിൽ കൊണ്ടുപോയി ഇസ്രായേൽ ബോംബ് വർഷിക്കുമ്പോൾ എന്തേ ഇന്ത്യക്ക് സാധിക്കാതെ പോയത്? എന്താ ഇന്ത്യ ഇനി എന്തിന് ഇറാന്റെ പേരിൽ? നിങ്ങൾ ഓർത്തു നോക്കൂ, പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധമുണ്ടായി. ആ യുദ്ധത്തോടനുബന്ധമായി എന്തു സമീപനമാണ് ഇന്ത്യ സ്വീകരിച്ചത് എന്നാൽ അമേരിക്കയുടെ അടിമപ്പണി എടുക്കുന്ന തരത്തിലേക്ക് ഇന്ത്യ മാറി.
പരിഹാസ്യമായി ഇന്ത്യ മാറി. 8:30 മണിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്രസമ്മേളനം വെക്കുകയാണ്. 7:30 മണിക്ക് അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് പത്രസമ്മേളനം നടത്തിയിട്ട് പറയണു യുദ്ധമൊക്കെ തീർന്നിട്ടുണ്ട്, ഞാൻ തീർത്തതാണ്. 8:30 മണിക്ക് പത്രസമ്മേളനം വെച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി പരിഹാസ്യനായി പോയി. പാകിസ്ഥാന്റെ സർവ്വസൈന്യാധിപന് വൈറ്റ് ഹൗസിൽ സ്വീകരണം, ഭക്ഷണം. ഇന്ത്യക്ക് മിണ്ടാനുള്ള കപ്പാസിറ്റി ഇല്ലാതെ പോയി. ഈ രാജ്യത്തിന് മികവുറ്റ വിദേശകാര്യമന്ത്രിമാരുണ്ടായിരുന്നു. നിങ്ങൾ ഓർത്തു നോക്കൂ, മന്ത്രി ജയശങ്കർ മനോഹരമായി 2-3 ഭാഷയിൽ സംസാരിക്കാൻ അയാൾക്കറിയാം. എത്ര ഭാഷ അറിഞ്ഞിട്ടുണ്ട്? ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായപ്പോൾ ഈ രാജ്യത്തിലെ MP-മാരെ വിടേണ്ടി വന്നു വിദേശത്തേക്ക്. അവരാ പോയത്. എന്താണ് യുദ്ധം എന്ന് വിശദീകരിക്കാൻ, എന്താണ് പാകിസ്ഥാൻ ചെയ്ത രാജ്യദ്രോഹമെന്ന്, അല്ലെങ്കിൽ ഈ രാജ്യത്തോട് ചെയ്ത ദ്രോഹമെന്ന് ലോകത്തോട് വിശദീകരിക്കാൻ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി അല്ല, മുസ്ലിം ലീഗിന്റെ അഭിമന്യനായ നേതാവ് E.T. മുഹമ്മദ് ബഷീർ സാഹിബ് അടക്കം ലോകരാജ്യങ്ങളിലേക്ക് പറഞ്ഞു വിടേണ്ടി വന്നു. ഇത്രമാത്രം പരാജയമാണ് ഒരു രാജ്യത്തിന്റെ. നിങ്ങൾക്ക് അറിയുമോ, ഇറാനിലെ യുദ്ധം നടക്കുന്ന സമയത്ത് ഇറാന്റെ വിദേശകാര്യമന്ത്രി അദ്ദേഹം നടത്തുന്ന ഒരു പത്രസമ്മേളനമുണ്ട്. ട്രോയ്ക്കയുമായി ചർച്ച നടക്കുകയാണ്. ലോകത്തിലെ നിരവധി രാഷ്ട്ര തലവന്മാരിങ്ങനെ നിൽക്കുകയാണ്. നമുക്കറിയാമല്ലോ, ഒരു അന്താരാഷ്ട്ര പ്രതിനിധി സമ്മേളനം നടക്കുമ്പോൾ, പ്രത്യേകിച്ച് ട്രോയ്ക്കയിലൊക്കെ നടക്കുമ്പോൾ അതിന്റെ ഗൗരവം സ്റ്റേജിനുണ്ടാകും, പ്രസംഗിക്കുന്നവർക്കുണ്ടാകും. ആ സമയത്താണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അർഗാച്ചി സംസാരിക്കുന്നത്. സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് വെള്ളം ആവശ്യം വന്നു. വെള്ളം ആവശ്യം വരുമ്പോ അവിടെയൊക്കെ അങ്ങനെ വാട്ടർ ബോട്ടിലുകൾ വെച്ചിട്ടുണ്ട്, വെള്ളമുണ്ട്. ആരോ എടുത്തിട്ട് അർഗാച്ചിയുടെ കയ്യിലേക്ക് വെള്ളം കൊടുക്കുന്നുണ്ട്. ആ സമയം ഇറാന്റെ പ്രസിഡന്റ് പിറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് അയാളുടെ സെക്രട്ടറിയോട് പറയുന്നുണ്ട്, നമ്മുടെ വെള്ളം കൊണ്ടുവരൂ. അയാള് ഇറാനിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം അബ്ബാസ് അർഗാച്ചിക്ക് കൊടുക്കുന്നുണ്ട്. അയാളത് കുടിക്കുകയാണ്. സിമ്പിൾ, കാര്യമൊന്നുമില്ല. പക്ഷെ നാട്ടും പുറത്ത് നമ്മൾ പറയുന്ന അതിന്റെ ഭാഷ എന്താണെന്നറിയോ? ലോകത്തിലെ സകല രാഷ്ട്രങ്ങളോട് പറയാണ്, നിങ്ങളെയൊന്നും കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റൂല. ഞാൻ കുടിക്കുന്ന വെള്ളം ഇറാനിൽ നിന്ന് കൊണ്ടുവന്നത്, നോട്ട് ട്രസ്റ്റ് എന്നാണ്, വിശ്വാസമില്ല എന്ന്. ഒരു ഭരണാധികാരിക്ക് കൽപ്പുണ്ടെങ്കിൽ, ഒരു വിദേശകാര്യ മന്ത്രിക്ക് ലോകത്തോട് സംവദിക്കണമെങ്കിൽ ഭാഷ അറിയണ്ട, ബോഡി ലാംഗ്വേജ് മതി. ബോഡി ലാംഗ്വേജ് മതി. അത്രമേൽ ഗൗരവത്തോടെ ലോകത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന അബ്ബാസ് അർഗാച്ചി. ഞാൻ പ്രിയമുള്ള സഹോദരന്മാരോട് പറയട്ടെ, നിങ്ങള് പുതിയ തലമുറയുടെ വൈകാരികതയെ വിസ്മരിക്കരുത്. അവർ വായിക്കുന്നത്, അവരറിയുന്നത്, ലോകത്തെ കാണുന്നത്, ഇറാനിൽ കൊണ്ടുപോയി അനാവശ്യമായി ഇസ്രായേൽ ബോംബിടുമ്പോൾ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക് ഈ രാജ്യത്തിലെ സകലമാന മനുഷ്യരുടെയും ബുദ്ധിജീവികളുടെയും മതത്തിനതീതമായി ചിന്തിക്കുന്ന മനുഷ്യരുടെയും ചിന്താഗതികളും ധാരണകളും ഉണ്ട്. അബ്ബാസ് അർഗാച്ചി ലോകത്തിന്റെ മുമ്പിൽ നിന്ന് തനി നിലപാടുകളില്ലാത്ത നരേന്ദ്രമോദിയെ പോലെ, അതല്ലെങ്കിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപിനെ പോലെ, കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ, അതിലെ ഒരു റൈറ്റ് പൊളിറ്റിക്സിനെ നയിക്കുന്ന ലോകത്തിലെ ഒരു പ്രത്യേക വിഭാഗക്കാർ അതിലെല്ലാവരും ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അമേരിക്കയിൽ ഇത്രമേൽ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപിന്റെ മുമ്പില് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നിശ്ചലമായി നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് നിങ്ങൾ അറിയേണ്ടത്, ന്യൂയോർക്ക് എന്ന് പറയുന്നത് ഇസ്രയേലികൾ ഇസ്രയേലുകാർ അതല്ലെങ്കിൽ ജൂതന്മാർ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാർക്കുന്ന 2ാമത്തെ നഗരമാണ്. ഇസ്രയേൽ കഴിഞ്ഞാൽ 2ാമത്തെ നഗരമാണ് ന്യൂയോർക്ക്. ആ ന്യൂയോർക്കിലെ അതിന്റെ മേയറായി മത്സരിക്കാൻ വന്ന സഹറാൻ മംദാനിയുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, കഴിഞ്ഞ ആഴ്ചയിലെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് അത് നന്നായിട്ട് അറിയാം. അവർ സെർച്ച് ചെയ്യുന്ന യൂട്യൂബുകൾ, അവർ സെർച്ച് ചെയ്യുന്ന മംദാനിയുടെ സ്പീച്ചുകൾ, നിങ്ങൾ ആ കുട്ടികളെ കാണണം. അവർ നമ്മൾക്കിടയിലുണ്ട്, അവർക്ക് ആ വികാരങ്ങളുണ്ട്. ആ സഹറാൻ മംദാനി എന്ന് പറയുന്ന 33 വയസ്സുകാരൻ, അയാൾ ഒരു റാപ്പറായിരുന്നു. ചെറുപ്പക്കാരന്റെ വികാരത്തിന് തീപിടിപ്പിക്കുന്ന റാപ്പർ. അയാൾ ഒരു രാഷ്ട്രീയക്കാരനായി. അയാൾ മത്സരിച്ചു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജൂതന്മാർ പാർക്കുന്ന ന്യൂയോർക്കിലെ മേയർ പദവിയിലെ ആദ്യ റൗണ്ടിൽ സഹറാൻ മംദാനി ജയിച്ചു. അയാൾ ഒരു ഇന്റർവ്യൂ ഉണ്ട്, നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. പ്രമുഖ ജേർണലിസ്റ്റ് ആയിട്ടുള്ള മെഹദി ഹസനാണ്
അയാളെ ഇന്റർവ്യൂ ചെയ്യുന്നത്. മെഹദി ഹസന്റെ ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ന്യൂയോർക്കിന്റെ മേയറായാൽ, ആ മേയറായിരിക്കുന്ന സമയത്ത് നരേന്ദ്രമോദി ന്യൂയോർക്ക് സന്ദർശിക്കാൻ വന്നാൽ നിങ്ങൾ എന്തു ചെയ്യും? അയാളുമായി വേദി പങ്കിടുമോ? സഹ്റാൻ മംദാനിയുടെ മറുപടി ഒന്ന് നിങ്ങൾ കേൾക്കണം. ആ 33 വയസ്സുകാരനായ ഒന്നാം റൗണ്ടിൽ ജയിച്ചു കയറി മേയറായാൻ പോകുന്ന മംദാനിയുടെ മറുപടി എന്താണെന്നറിയോ? നോ. എന്തെന്നാൽ ഗുജറാത്തിലെ വംശഹത്യക്ക് നേതൃത്വം കൊടുത്ത ഒരു മനുഷ്യനുമായി വേദി പങ്കിടാൻ ഞാൻ ഒരുക്കമല്ല. രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് അറിയുമോ നിങ്ങൾ? അതും കേൾക്കേണ്ടതാണ്, മെഹദി ഹസന്റെ ചോദ്യമാണ്. നിങ്ങൾ ഈ ന്യൂയോർക്കിന്റെ മേയറായിരിക്കുമ്പോൾ ന്യൂയോർക്കിൽ നെതന്യാഹു വന്നാൽ, ഇസ്രായേലിന്റെ ഭരണാധികാരി നെതന്യാഹു വന്നാൽ നിങ്ങൾ എന്തു ചെയ്യും? സഹ്റാൻ മംദാനിയുടെ മറുപടിയാണ്, ഞാൻ അയാളെ അറസ്റ്റ് ചെയ്യും. ഞെട്ടിപ്പോയി അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് അയാൾ പറയുന്ന ഒരു മറുപടി ഉണ്ട്. അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങൾ പാലിക്കുന്ന നഗരമാണ് ന്യൂയോർക്ക്. ആ ന്യൂയോർക്കിൽ വരാൻ അധികാരമില്ല, അർഹതയില്ല നെതന്യാഹുവിന്, അർഹതയില്ല നരേന്ദ്രമോദിക്ക്. കാരണം അവർ യുദ്ധ കുറ്റവാളികളാണ്. സ്നേഹമുള്ള സഹോദരന്മാരെ, നമ്മൾ ഈ അശാന്തമായ ലോകമൊക്കെ കാണുമ്പോഴും ഈ ലോകത്തിൽ മനുഷ്യത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വലിയ ജനതയുണ്ട്. മഹാഭൂരിപക്ഷം ജൂതന്മാർ പാർക്കുന്ന ന്യൂയോർക്കിൽ ജയിച്ചു വരുന്നത് സഹ്റാൻ മംദാനിയാണ്. ലോകത്തിന്റെ നിരവധി യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ പോയി നോക്കിയാൽ അവിടെ ഡിഗ്രി ഗ്രാജുവേഷൻ സെറിമണി നടക്കുമ്പോ ഞങ്ങൾക്ക് ഈ ഗ്രാജുവേഷൻ വേണ്ട, ഫലസ്തീനിലെ കുട്ടികളുടെ ചോരക്കു പകരമല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ലോൺ എടുത്ത് പഠിക്കാൻ പോയ ഒരു പെൺകുട്ടി ഗ്രാജുവേഷൻ സെറിമണി നടക്കുമ്പോൾ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ തന്റെ സർട്ടിഫിക്കറ്റ് വലിച്ചെറിഞ്ഞു പറഞ്ഞു, അവരുടെ ചോരയുടെ വിലയുള്ള മണമുള്ള ഈ സർട്ടിഫിക്കറ്റ് അമേരിക്കയുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വാങ്ങില്ല. കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ ദിവസങ്ങൾ മാത്രം എടുത്താൽ ഇന്ത്യയുടെയല്ല, ലോകത്തിന്റെ സകലമായ യൂണിവേഴ്സിറ്റികളിലും അതിനകത്തൊരൊറ്റ മുസ്ലിമുമില്ല, ഒരു മുസ്ലിമുമില്ല. ചെറുപ്പക്കാർ, വിദ്യാസമ്പന്നന്മാർ, ലോകത്ത് നടക്കുന്ന മനുഷ്യാവകാശ വിരുദ്ധമായ പോരാട്ടങ്ങൾക്കകത്ത് അവരൊക്കെ നിൽക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ മനുഷ്യാവകാശ പോരാട്ടങ്ങളെ നിങ്ങൾ മറക്കാതിരിക്കണം. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയത്തിന് ഈ ലോകത്തു നടക്കുന്ന ചലനങ്ങളെ ആവാഹിച്ച് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നിലപാടുകൾ എടുത്ത ഒരു പാരമ്പര്യമുണ്ട്. ഏത് കാലത്തും മുസ്ലിം ലീഗ് ആവട്ടെ, മുസ്ലിം യൂത്ത് ലീഗ് ആവട്ടെ, MSF ആവട്ടെ, അത് കേവലമായി ഞാൻ വീണ്ടും പറയട്ടെ, ക്യാമ്പസുകളിലെ മുദ്രാവാക്യം വിളികളും തെരുവിലെ ഗോഗോ വിളികളും മാത്രമല്ല. ഈ തലമുറയെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത്. അവർ കാണുന്നത് സഹ്റാൻ മംദാനിയെയാണ്. അവർ കാണുന്നത് ഇറാനിന്റെ വിദേശകാര്യമന്ത്രിയെ പോലെ ലോകത്തിന്റെ മുമ്പിൽ നിലപാട് പറയാൻ കഴിയുന്നവരെയാണ്. അവര് കാണുന്നത് ലോകത്തിലെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ അവസാനം അവന്റെ കയ്യിൽ കിട്ടുന്ന ഡിഗ്രി സർട്ടിഫിക്കറ്റുകളെ മനുഷ്യാവകാശത്തിന്റെ പേരിൽ വലിച്ചെറിയുന്ന ഈ ചെറുപ്പക്കാരെയാണ്. അതിനിടയിൽ ചപ്പടാച്ചി റീലുകൾ ഉണ്ടാക്കി കളയാനുള്ളതല്ല. ചെറുപ്പക്കാരെ, നിങ്ങളുടെ സമയമെന്ന്, നിങ്ങളുടെ ഇടപാടുകളെന്ന്, നിങ്ങളുടെ ഉത്തരവാദിത്തമെന്ന് നിങ്ങൾ ഓർക്കണം. നിങ്ങളോട് പറയുന്നത് ഗസ്സയെ മറക്കാതിരിക്കുക എന്നതാണ്. മനുഷ്യത്വം ഉള്ളിലുള്ള എല്ലാവരെയും, ഈ ചെറുപ്പക്കാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ ചെറുപ്പക്കാരോട് പറയുന്നു, നിങ്ങൾ എഴുതണം. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയുടെ അകത്തിരുന്നിട്ട് സർട്ടിഫിക്കറ്റ് വലിച്ചെറിയുന്ന ആ കുട്ടി എന്തു താല്പര്യം? ഗസയുടെ കൂടെയാണ്, മതി. നിങ്ങൾ എഴുതണം. നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ ഈ ഗസ ഉണ്ടാവണം. ലോകത്ത് വേദനിക്കുന്നവന്റെ സങ്കടങ്ങൾ ഉണ്ടാവണം. നിങ്ങൾ എഴുതുന്ന കവിതകളിൽ അവരുണ്ടാവണം. നിങ്ങൾ വരക്കുന്ന ചിത്രങ്ങളിൽ അവരുണ്ടാവണം. നിങ്ങളുടെ ഇടപെടലുകളിൽ, നിങ്ങൾ ഉണ്ടാക്കുന്ന റീലുകളിൽ ലോകത്തോട് പറയണം, ഈ ഇസ്രായേൽ എന്ന് പറയുന്ന പൈശാചിക നാട് ലോകത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരതകൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. എന്താവുന്നു എന്നതല്ല, നാവ് കൊണ്ടുപോല്ല, മനസ്സുകൊണ്ട് വെറുത്തും അനീതിയെ ചെറുക്കാൻ കഴിയുന്ന ഒരു വിശ്വാസ പ്രമാണത്തെ മുറുകെ പിടിക്കുന്നവർ എന്ന നിലക്ക് അത് നിങ്ങളുടെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. അത് മറക്കാതിരിക്കണമെന്ന് ഞാൻ ചെറുപ്പക്കാരോട് ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ നാട് ഇന്ത്യ ഈ ഒരു അവസ്ഥയിലാണ്. ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രശ്നമുണ്ട്. ഞാൻ പിന്നെയും പറയുന്നു, വലതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് മനുഷ്യത്വ വിരുദ്ധതയുടെ മാത്രമല്ല, കാഴ്ചപ്പാടുകളില്ലാത്ത, അധികാരത്തെ മാത്രം ലക്ഷ്യം വെക്കുന്ന, അധികാരം എങ്ങനെ വരണമെന്നും
അതിൻ്റെ സുഖ സൗകര്യങ്ങൾ എങ്ങനെ വിനിയോഗിക്കണമെന്നും വിചാരിക്കുന്ന, അതിനുവേണ്ടി മനുഷ്യരെ കൊല്ലുന്ന, മനുഷ്യരെ തമ്മിൽ തല്ലിക്കുന്ന, അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, അവരുടെ എല്ലാ നന്മകളെയും നിരാകരിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ പേരാണ് വലതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, ട്രംപ് അവിടെയുണ്ട്, നെതന്യാഹു അവിടെയുണ്ട്, നരേന്ദ്രമോദി അവിടെയുണ്ട്, നിർഭാഗ്യവശാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും അവിടെയുണ്ട്. പിണറായി വിജയൻ എടുക്കുന്ന രാഷ്ട്രീയ സമീപനങ്ങളെ ഒരു ചെറിയ കേരളത്തിന്റെ ക്യാൻവാസിനകത്തിരുന്ന് നിങ്ങൾ പരിശോധിച്ചാൽ ഒരുപക്ഷെ വിചാരിക്കും ഇതൊരു രാഷ്ട്രീയ സമീപനം, അങ്ങനെയുള്ള നിലപാട്. അങ്ങനെയല്ല. നിങ്ങൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായ ഒരൊറ്റ സംഭവം ഞാൻ പറയാം. സ്കൂളുകളിൽ സുംബ ഡാൻസുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിവാദം ഉണ്ടായി. ഈ വിവാദങ്ങളിൽ അതിന്റെ ആകെ വിവാദങ്ങളുടെ ഒരു പോയിന്റ് കൊണ്ടുപോയിട്ടത് ഇവിടുത്തെ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടാണ്. മുസ്ലിം സമൂഹത്തിനകത്തിരുന്ന് പണ്ഡിതന്മാർ അവരുടെ ഒരു ആശങ്ക, ഒരു ക്യാമ്പസിനകത്ത് നടക്കുന്ന ഈ ആശങ്ക പറയാൻ കാരണമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അതിരുകളെയും ലംഘിച്ച് ലൈംഗികതയുടെ ജീവിതത്തിലെ നിങ്ങൾക്ക് നോ പറയുന്ന എല്ലാത്തിനോടും, മദ്യമാവാം, മദിരാക്ഷിയാവാം, എല്ലാത്തിനോടും ലിബറൽ ആവുക എന്ന് പറയുന്ന ഒരു കൾച്ചർ ക്യാമ്പസിനകത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഭരിക്കുന്ന സർക്കാരിന്റെ വിദ്യാർത്ഥി സംഘടനയായ SFI ആണ്. കാസർഗോഡിലെ ഒരു പ്രിൻസിപ്പലുടെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല. ഒരു സ്ത്രീ പ്രിൻസിപ്പൽ പറഞ്ഞത്, കാസർഗോഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്, അവർ ക്യാമ്പസിനകത്ത് നിന്നാണ് അവർ പറയുന്നത്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, ഒരുപാട് നിങ്ങൾ കേട്ടതാണ്. ഈ ആശങ്ക ഉണ്ടായത് കൊണ്ട് മനുഷ്യരുടെ ജീവിതത്തിൽ അതിസൂക്ഷ്മമായ അവന്റെ ജീവിത നിലവാരത്തെ വിലയിരുത്തുന്ന സമൂഹമാണ് പണ്ഡിത സമൂഹം. ചിലപ്പോഴൊക്കെ നമ്മൾ കാണുന്ന പോലെ സകല രാഷ്ട്രീയത്തിലും കയറി അഭിപ്രായം പറയുന്ന രീതിയല്ല പണ്ഡിത സമൂഹം. അവർ വലിയ സൂക്ഷ്മതയുള്ളവരാണ്. യഥാർത്ഥ വിശ്വാസികൾ, യഥാർത്ഥ പണ്ഡിത സമൂഹം. ഈ സൂക്ഷ്മതയുടെ ഒരു പ്രതലമുണ്ട്, പ്രായോഗികതയുടെ ഒരു പ്രതലവുമുണ്ട്. നിങ്ങൾ ഓർത്തു നോക്കൂ, സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങള് മുസ്ലിം ലീഗിന്റെ നേതൃത്വം വഹിക്കുന്ന ഒരു കാലമുണ്ട്. അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങള് അദ്ദേഹത്തെ പറയുന്ന ഒരുപാട് വിവരണങ്ങളുണ്ട് ആ മനുഷ്യന്റെ ജീവിതത്തിൽ. മുസ്ലിം ലീഗ് ബാഫക്കി തങ്ങളെ മുമ്പിൽ തോറ്റുപോയിട്ടുണ്ട്. ലീഗല്ലാത്ത ബാഫക്കി തങ്ങളുടെ മുമ്പിൽ ലീഗ് തോൽക്കുകയും ബാഫക്കി തങ്ങൾ ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ജയിച്ച ബാഫക്കി തങ്ങളെ തോറ്റ ലീഗ് ചേർത്ത് പിടിക്കുമ്പോഴാണ് ബാഫക്കി തങ്ങൾ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനാകുന്നത്, നേതാവാകുന്നത്. ചരിത്രമാണ്, ഞാൻ വിശദീകരിക്കാൻ നിൽക്കുകയല്ല. ആ ബാഫക്കി തങ്ങൾ ഈ സമുദായത്തിന്റെ നേതൃപരമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഈ സമൂഹം ഉണ്ടായിരുന്നത്? എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? അന്ന് ഞാൻ ഈ പറയുന്ന പണ്ഡിത സമൂഹം അവര് പറഞ്ഞൊരു ആശങ്കയുണ്ട്. നിങ്ങള് വിശുദ്ധ ഖുർആൻ അതൊന്ന് തൊടാൻ ഒരു വിശ്വാസി എടുക്കുമ്പോൾ ഒന്നുമെടുത്തു പോലും തൊടുന്ന എത്രയോ ആ തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. ആ ഖുർആൻ ബോർഡിൽ എഴുതുമ്പോൾ അതിന്റെ ചോക്ക് പൊടി താഴേക്ക് വീണ്, ഖുർആൻ എഴുതിയ ചോക്ക് പൊടി താഴെ വീണ് അത് ചവിട്ടിപ്പോകുമോ എന്ന് ഭയന്ന ഒരു പണ്ഡിത സമൂഹം, അത് സൂക്ഷ്മതയുടെ അങ്ങേ അറ്റത്തുള്ള തഖ്വയുടെ അങ്ങേ അറ്റത്തുള്ള അവരുടെ ചിന്തയായിരുന്നു. സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങള് ആ ചിന്തയെ വെല്ലുവിളിക്കാൻ പോയില്ല, അത് ഏറ്റെടുക്കുകയാണ്. ആ സൂക്ഷ്മതയുടെ മുമ്പിൽ ഒരു സമൂഹത്തിന് വളരണ്ടേ, മുന്നോട്ട് പോകണ്ടേ, അവരെ പ്രായോഗികതയുടെ ഒരു ചിന്താഗതി കൂടെ ചേർത്ത് വെച്ച് ആ പണ്ഡിത സമൂഹത്തെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോയ പ്രയാണമാണ് കേരളത്തിൽ കാണുന്ന ഈ ഉമ്മത്തിന്റെ വളർച്ച എന്ന് പറയുന്നത്. സൂക്ഷ്മത പറയേണ്ടത് പണ്ഡിതന്മാരാണ്, സൂക്ഷ്മത കാണിക്കുന്നതും അവരാണ്. അവിടെ പ്രായോഗികതയുടെ ഒരു വശമുണ്ട്. സുംബ ഡാൻസ് വരുമ്പോ ആ സൂക്ഷ്മതയുടെ ഭാഗമായി അവരൊരു അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായത്തിന്റെ മുകളിൽ കയറിയിട്ട് എന്തിനാണ് ഒരു മതസമൂഹത്തെ മുഴുവൻ ഈ രാജ്യത്തിലെ സോഷ്യൽ മീഡിയകളിൽ മറ്റിടങ്ങളിൽ ആക്ഷേപിക്കാൻ ഒരു ഗവൺമെന്റ് മുമ്പോട്ട് വന്നത്? എന്താണ് അതിനർത്ഥം? അഭിപ്രായം ഈ മുസ്ലിങ്ങൾ പറയുമ്പോൾ മാത്രം കുഴപ്പമുണ്ടാകുന്ന രീതി എന്താണ്? അതിനെല്ലാവരും മറുപടി പറയണം. സകല മുസ്ലിം ബുദ്ധിജീവികൾ ഇറങ്ങിയിട്ട് ഞങ്ങൾ പറഞ്ഞില്ല, കാരണം അവന് തെളിയിച്ചേ മതിയാവൂ, കാരണം അവൻ പറയണേ ഞാൻ അതിന്റെ കൂടെ ഇല്ല, തെളിയിച്ചോളണം. എല്ലാ ബുദ്ധിജീവികളും വരണം, എല്ലാവരും ചാനലിന്റെ മുമ്പിൽ വന്ന് ഞാൻ അഭിപ്രായത്തിന്റെ കൂടെ അല്ല എന്ന്. ഈ ബാധ്യത മുസ്ലിങ്ങൾക്ക് മാത്രമാണോ? മുസ്ലിങ്ങൾക്ക് മാത്രമാണോ? ഏതെങ്കിലും ഒരു മുസ്ലിം എന്തെങ്കിലും പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു മതസംഘടന ഏതെങ്കിലും പറഞ്ഞാൽ സകലമാന മുസ്ലിങ്ങളും അവരുടെ രാജ്യസ്നേഹവും നിലപാടും വ്യക്തമാക്കണമെന്നത് മുസ്ലിങ്ങൾക്ക് മാത്രം ബാധകമായ രാഷ്ട്രീയമാണോ? ആണോ? ഞാൻ ചോദിക്കട്ടെ,
PC ജോർജ് എന്ന് പറയുന്ന ഒരു വിടുവായൻ കേരളം കണ്ട ഏറ്റവും വലിയ വൃത്തികെട്ട വർഗീയത പറഞ്ഞപ്പോ ഏതെങ്കിലും ഒരു ചാനൽ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി, ഏറ്റവും മിനിമം ഒരു ലീഗുകാരൻ പറഞ്ഞോ ക്രിസ്ത്യൻ സമുദായം മറുപടി പറയണമെന്ന്? അയാളുടെ മകനുണ്ടല്ലോ രാഷ്ട്രീയക്കാരൻ, ആ മകൻ പറയണമെന്നെങ്കിലും പറഞ്ഞോ? ഏയ്, അതില്ല. PC ജോർജ് പറഞ്ഞാൽ PC ജോർജിന്റെ മാത്രം ഉത്തരവാദിത്തം. വെള്ളാപ്പള്ളി പറഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞോ? ഞാൻ സംസാരിച്ചിട്ടുണ്ട് ആ വിഷയത്തില്. ഞാൻ പറഞ്ഞോ ഈഴവ സമുദായം മറുപടി പറയണമെന്ന്, SNDP പറയണമെന്ന്? എന്നിട്ടല്ലേ ഹിന്ദു സമൂഹം പറഞ്ഞില്ലല്ലോ. കാരണം വെള്ളാപ്പള്ളി മറുപടി പറഞ്ഞാൽ തീരും. എന്നാ മുസ്ലിം സമുദായത്തിന് ആനുകൂല്യം ഉണ്ടോ? സമീപകാലത്ത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന മനുഷ്യന്റെ മനസ്സുകളിലെ വർഗീയതയുടെ മതിലുകൾ, അതും ഇടതുപക്ഷ പ്രസ്ഥാനം CPM നേരിട്ട് നേതൃത്വം കൊടുത്തുണ്ടാക്കുന്ന വർഗീയത, ഇതൊരു ചെറിയ പ്രശ്നമല്ല. ഇത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയവുമല്ല. കൃത്യമായി പറഞ്ഞാൽ ഇത് വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രശ്നമാണ്. ഞങ്ങൾ സുംബ ഡാൻസിന്റെ കാര്യം പറഞ്ഞപ്പോ ഞങ്ങളുടെ ചോദ്യങ്ങൾ വേറെയാണ്. എന്നോട് പത്രക്കാര് ചോദിച്ചു, ഞാൻ പറഞ്ഞു ഏത് സുംബ ഡാൻസ് ആണെന്ന് എനിക്കൊരു വ്യക്തത കിട്ടിയില്ല. ഞാൻ നിലവിലുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ സുംബ ഡാൻസ് നിയമസഭയിൽ വെച്ച് കണ്ടതാണ്. അദ്ദേഹം മനോഹരമായ ഒരു സുംബ ഡാൻസ് നടത്തിയിരുന്നു. ഞാൻ പക്ഷേ താഴെയായിരുന്നു. അതുകൊണ്ട് മുകളിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് എനിക്കിവിടെ പറയാൻ പറ്റുന്നതല്ല. ഞങ്ങളുടെ തലയുടെ മുകളിലൂടെ നടന്ന ശിവൻകുട്ടിയുടെ സുംബ ഡാൻസ് ഞാൻ കണ്ടതാണ്. ഇതാണോ നിങ്ങൾ കളിക്കാൻ പോണ സുംബ ഡാൻസ് എന്ന് തമാശ ഞാൻ ചോദിച്ചു. പക്ഷെ എന്റെ ചോദ്യം അതായിരുന്നില്ല. ഞാൻ ചോദിച്ചത് അക്കാഡമിക നിലവാരം കേരളത്തിൻ്റെത് എന്താണ്? കേരളത്തിലെ ഒരൊറ്റ യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർമാരില്ല. വിദ്യാഭ്യാസ മന്ത്രിക്ക് ആശങ്ക കണ്ടോ? അതില്ല. അത് സുംബ ഡാൻസ് വന്നാൽ പരിഹരിക്കും. കേരളത്തിലെ കോഴ്സുകൾ, സിലബസ് പരിഷ്കരണം. എന്റെ സഖാവേ, നമ്മുടെ കുട്ടികൾ +2 പഠിക്കുന്ന കമ്പ്യൂട്ടർ സയൻസ് സിലബസ് പരിഷ്കരിച്ചിട്ട് എത്ര കാലമായി എന്നറിയോ? ലോകത്തെവിടെ? മെനഞ്ഞാണ് ചന്ദ്രനിൽ നിന്ന് ഒരാൾ ഇന്ത്യയിലേക്ക് വന്നത് ഇല്ലേ? ഇപ്പോഴും നമ്മളെ കുട്ടികൾ പഠിക്കുന്ന കമ്പ്യൂട്ടർ സയൻസിലെ സിലബസ് എന്താണെന്നറിയോ നിങ്ങള്? +2 2020 4G വരുന്നാണ്. മനസ്സിലായ? 2020 4G വരുന്നു. ഈ കുട്ടി ലോകത്തിലെ എന്തിനോടാണ് കോമ്പറ്റീറ്റ് ചെയ്യുക? അവൻ ആരോടാ മത്സരിക്കുക? +2 കഴിഞ്ഞിട്ട് നമ്മുടെ കുട്ടികൾക്ക് നാട് വിട്ടു പോകാൻ ആരാ ഈ നാട്ടിൽ നിൽക്കുന്നത്? ഈ വിദ്യാഭ്യാസ വകുപ്പിനെയും ഈ മന്ത്രിമാരെയും വിശ്വസിച്ച് ഇവിടെ നിൽക്കാൻ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പോകേണ്ടത്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിർത്തിയ കോഴ്സുകളുടെ എണ്ണം ഈ രാത്രി കൊണ്ട് പറഞ്ഞാൽ തീരില്ല. കുട്ടികൾ കോഴ്സ് നിർത്തുകയാണ്. കാരണം കുട്ടികൾ പഠിക്കാൻ പോടില്ല, അവരൊക്കെ വേറെ സ്ഥലത്ത് പോണു. പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം ഈ കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ കുറഞ്ഞത് എത്ര എന്ന് പരിശോധിക്കും. അതിന്റെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ തമാശ കാര്യങ്ങള് ജനന നിരക്ക് കുറഞ്ഞു എന്നാണ്. പക്ഷെ ഈ ജനന നിരക്ക് CBSE കുറയണില്ലല്ലോ. എന്റെ വിദ്യാഭ്യാസ മന്ത്രി, പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കുറയുന്ന കുറവ് CBSE കുറയണില്ലല്ലോ. എത്ര കുട്ടികളാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് CBSE പോയത് എന്ന് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു പുതിയ വർഷം വിപ്ലവകരമായ വർഷമാണ്. കാരണം എന്താണ്? ഉച്ചഭക്ഷണത്തിൽ കഞ്ഞിയല്ല, മെനു മാറ്റി ബിരിയാണി മുതൽ പുലാവ് വരെ ഉണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷത്തിൽ കഞ്ഞി കൊടുത്ത പ്രധാനാധ്യാപകന്റെ കടോ അതിപ്പോഴും കിട്ടിയിട്ടില്ല. പിന്നെ എവിടുന്നാണോ പുലാവ് കൊടുക്കുക? പിന്നെ എവിടുന്ന അയാള് ബിരിയാണി കൊടുക്കുക? ഇതൊന്നും ചർച്ചയില്ല. ചർച്ച എന്താണ്? മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചില ആളുകള്, നമ്മളെ സാംസ്കാരിക നായകന്മാരൊക്കെ ഇറങ്ങി എന്നിട്ട് ഒരു കേരളത്തിലെ ഒരു സാംസ്കാരിക നായകൻ, ഇടതുപക്ഷത്തിന്റെ ചെരുപ്പ് നക്കിയായിട്ടുള്ള സാംസ്കാരിക നായകൻ പറഞ്ഞൊരു വർത്താനുണ്ട്. എന്താ പറഞ്ഞറിയോ? നിലമ്പൂർ തെരഞ്ഞെടുപ്പുകൾ ജയിച്ചപ്പോഴേക്കും മതവിഷജീവികൾ പുറത്തു വന്നു എന്നാണ്. ഈ സാംസ്കാരിക നായകരോട് ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ പറയാനുള്ള യോഗ്യത പോലും ഇല്ല, എന്നാലും ഞാൻ ചോദിക്കട്ടെ, നിലമ്പൂരിൽ കുറെ സാംസ്കാരിക വിഷജീവികൾ വന്നിരുന്നല്ലോ, എന്നിട്ട് നിങ്ങളുടെ പുല്ലിന്റെ വില മനുഷ്യന്മാർ കൊടുത്തോ? നിങ്ങൾക്ക് അവിടെ വന്ന് പ്രസംഗിച്ചല്ലോ, ഇടതുപക്ഷത്തെ ജയിപ്പിക്കാൻ പറഞ്ഞല്ലോ. അതിന് തോറ്റുപോയതിന് അവിടെ വോട്ട് ചെയ്ത മനുഷ്യരെയാണോ നിങ്ങൾ കളിയാക്കേണ്ടത്? അവരെയാണോ പരിഹസിക്കേണ്ടത്? സാംസ്കാരിക പ്രവർത്തകന്മാരെന്നവരെ വിളിക്കുന്നത് തന്നെ അപമാനമാണ്. കാര്യം എന്താ? ഞങ്ങള് ലോകത്തിലെ സാംസ്കാരിക നായകന്മാരെ കുറിച്ച് പറയുന്നത് അവരാരാണെന്ന് അറിയുമോ? അവർ കോൺഷ്യസ് കീപ്പേഴ്സ് എന്നാണ്. കോൺഷ്യസ് കീപ്പേഴ്സ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ആശങ്കകളെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവർ. അവരെഴുതുമ്പോൾ അതുണ്ടാകും, അവർ വരക്കുമ്പോൾ അതുണ്ടാകും, അവർ പറയുമ്പോൾ അതുണ്ടാകും, അവർ അഭിനയിക്കുമ്പോൾ അതുണ്ടാകും. അവർ ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്നവനാണ്. സർക്കാരിന്റെ ചെരുപ്പ് കഴുകിയിട്ട് കിട്ടുന്ന ആനുകൂല്യങ്ങൾ വാങ്ങി വെക്കുന്നവനെ അല്ല കോൺഷ്യസ് കീപ്പേഴ്സ് എന്ന് പറയുന്നത്, സാംസ്കാരിക നായകന്മാരെന്ന് പറയുന്നത്.
ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്നത്തെ ദിവസം, ഈ പൊതുവിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള സ്ഥിതി എന്താണ്? ബാക്കിയുള്ളവർക്ക് വിട്ടേക്ക്. ഇന്നത്തെ ദിവസം പൊതുവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വാർത്ത എന്താണ്? തേവലക്കര സ്കൂളിലെ ഒരു കുട്ടി ഷോക്കേറ്റ് മരിച്ചു. സ്കൂൾ കുട്ടി. ഇന്നത്തെ വാർത്തയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇവിടെ വിദ്യാഭ്യാസ പ്രവർത്തനം നടക്കുന്ന കുറെ ആളുകൾ വേദിയിലുണ്ടല്ലോ. കോളേജും സ്കൂളൊക്കെ നടത്തുന്ന ആളുകളാണല്ലോ തളിപ്പറമ്പുകാര്. എന്നാൽ ഈ പൊതുവിദ്യാഭ്യാസ ഈ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് 100 നിർദ്ദേശങ്ങൾ സർക്കാർ താഴേക്ക് കൊടുത്തു. 100 നിർദ്ദേശങ്ങൾ. ആ നിർദ്ദേശങ്ങൾക്കകത്ത് പ്രധാനപ്പെട്ട ഒന്ന് എന്താണെന്നറിയോ? താഴ്ന്നു കിടക്കുന്ന ഇലക്ട്രിക് കമ്പികൾ സ്കൂളിനകത്തുകൂടെ പോകരുത്. ഇല്ലേ? ഇവിടെ അധ്യാപകന്മാരുണ്ടല്ലോ. പിന്നെ എന്തേ ഈ പറയുന്ന തേവലക്കര സ്കൂളില് ഈ കുട്ടിക്ക് ഷോക്കേറ്റത് എങ്ങനെയാണ്? ഇനി എന്റെ ചോദ്യം ഞാൻ ചോദിക്കട്ടെ, ഈ തേവലക്കര സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെ കിട്ടി? ഇങ്ങനെ താഴ്ന്നു നിൽക്കുന്ന ഒരു വൈദ്യുത കമ്പി, ഒരു കുട്ടി തട്ടി മരിക്കാൻ മാത്രമുള്ള കമ്പി ഇങ്ങനെ ഞാന്നു കിടക്കുന്നെങ്കിൽ ഈ 100 നിർദ്ദേശങ്ങൾ പാലിക്കാതെ ഇവർക്ക് എങ്ങനെയായി സർട്ടിഫിക്കറ്റ് കിട്ടിയത്? ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ ഇവരെങ്ങനെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ വന്നത്? എങ്ങനെയാ വന്നത്? ഞാൻ ചോദിക്കുന്നത്, ഒരു കുട്ടി മരിച്ചു, തഹസിൽദാറിന് അറിയില്ല എന്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇല്ലേ? തഹസിൽദാരോട് ചോദിച്ചു, പത്രക്കാര് അറിയില്ല. KCBക്ക് കൃത്യമായ മറുപടിയില്ല. വിദ്യാഭ്യാസ വകുപ്പിന് കൃത്യമായ മറുപടിയില്ല. എന്താ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്? അനാസ്ഥയെങ്കിൽ നടപടി എന്നാണ്. അനാസ്ഥയെങ്കിൽ നടപടി മാത്രം മതിയോ? ഈ സംഭവിക്കുന്നത് എന്താണ്? കേരളത്തിൽ സംഭവിക്കുന്ന ദൈനംദിന വിഷയങ്ങൾ ഓരോന്നെടുത്താൽ. ഇനി മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ അടുത്ത കാലത്ത് സമയമാറ്റവുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിഷയം വരുന്നു. അവിടെയും മതസംഘടനകൾ വന്നു, അവിടെയും ഇവർ ആരാ ഇത് ചോദിക്കാൻ? MA ബേബി ആരാ ചോദിക്കാൻ എന്നത്? വിദ്യാഭ്യാസ മന്ത്രി. ഞാൻ ഇടതുപക്ഷ CPM-കാരോട് പറയട്ടെ, ഇത് ജനാധിപത്യ രാജ്യമാണ്. എന്റെ പിണറായി വിജയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി ഭരിക്കുന്ന രാജഭരണമൊന്നുമല്ല. ഇവിടെ ചോദിക്കും, അതെല്ലാവരും ചോദിക്കും. ചോദിക്കാൻ മതസംഘടനക്ക് അർഹതയുണ്ട്, ചോദിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അർഹതയുണ്ട്. അവർക്ക് ആശങ്കയുണ്ടെങ്കിൽ പറയണം, അത് തിരുത്തി കൊടുക്കാൻ പറ്റണം. അല്ലാതെ പോക്കൃത്തരല്ല പറയേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, സമയമാറ്റത്തിന്റെ വിഷയത്തിൽ മദ്രസയുടെ ആശങ്ക മാത്രമാണോ ഉള്ളത്? ആണോ? 30 ലക്ഷം കുട്ടികൾ പഠിക്കുന്നുണ്ട് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത്. 30 ലക്ഷം കുട്ടികൾ. ഇവരെല്ലാവരും സമ്പന്നന്മാരാ. ഇവർക്കെല്ലാവരും സ്കൂളിൽ കൊണ്ടുപോയി മക്കളെ വിടാൻ കഴിയുന്ന കാർ സൗകര്യമുണ്ടോ? വണ്ടി സൗകര്യമുണ്ടോ? ഈ തളിപ്പറമ്പ് മണ്ഡലം എനിക്കറിയാലോ. ഈ തൊട്ടടുത്ത കണ്ണൂരും ഈ അടുത്ത പയ്യന്നൂരും എനിക്കറിയാലോ. സാധുള്ള അവിടെ ഉണ്ടല്ലോ, അറിയാലോ. മലയോര പ്രദേശല്ലേ? ആ ഭാഗങ്ങളിൽ നിന്ന് പഠിക്കുന്ന എത്ര കുട്ടികളുണ്ട്? അവരുടെ ഗതാഗതം എന്താണ്? ആ മലയോര മേഖലകളിലെ ഗതാഗതം എന്താണ്? പ്രൈവറ്റ് ബസ്, KSRTC ബസ്, ഏതെങ്കിലും ഒരു സമയത്ത് വരുന്ന ബസ് പിടിച്ചിട്ട് വേണം കുട്ടികൾ സ്കൂളിലേക്ക് പോകാൻ. സമയം മാറ്റിയാ മതിയോ? ശിവൻകുട്ടി, മാറ്റിയാ മതിയോ? ഈ കുട്ടികൾ സ്കൂളിലെത്താനുള്ള അവന്റെ സൗകര്യം കൂടി പഠിക്കണ്ടേ? സമയം മാറ്റാൻ ഏത് വിദ്യാഭ്യാസ മന്ത്രിക്കും ഏത് ക്യാബിനറ്റും പറ്റും. പക്ഷേ പഠിക്കേണ്ട കുട്ടികൾ വരേണ്ടതെങ്ങനെയെന്ന് ചിന്തിക്കണമെങ്കിലേ സാമാന്യമായ ഭരണ നൈപുണ്യം ഉണ്ടാവണം. അതിന് ഒരു താടിയും സഖാവിന്റെ വേഷവും ധരിച്ചാൽ മാത്രം മതിയാവില്ല. നിങ്ങൾ ഈ സമയമാറ്റം നടത്തുമ്പോൾ ഈ കുട്ടികൾക്ക് അവിടെ വരാൻ സൗകര്യമുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ പരിശോധിച്ചോ? അത് പരിശോധിച്ചോ? സമസ്തയുടെ മേക്കെട്ടുകാരനത്തിന് മുമ്പ്, മതസംഘടനകളുടെ മേക്കെട്ടുകാരനത്തിന് മുമ്പ് ഞങ്ങൾ ഇന്ന ഫെസിലിറ്റികൾ ചെയ്തു വെച്ചിരിക്കുന്നു. ഈ കുട്ടികൾക്കൊക്കെ ഇന്ന സമയത്ത് സ്കൂളിൽ വരാം, അവർക്ക് അവിടെ ചേരാം, അവർക്ക് പഠിക്കാം. ഇതാ KSRTC ബസ് നേരത്തെയാക്കി, പ്രൈവറ്റ് ബസ് നേരത്തെ എടുക്കണമെന്ന നിർദ്ദേശം കൊടുത്തു. നടന്നു വരുന്ന കുട്ടികൾ കുറച്ച് നേരത്തെ പുറപ്പെട്ടാൽ മതി. നിങ്ങൾ പറഞ്ഞോ? ഇത് പറയാതെ നിങ്ങൾ ഇങ്ങനെ അനന്തപുരിയിൽ ഇരുന്നിട്ട് തീരുമാനം എടുത്താൽ മതിയോ? ഈ സൗകര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കില്ലേ? ഇന്നത്തെ ഒരു വലിയ വാർത്തയുണ്ട്. എന്താണ്? ക്രീം പ്രവേശന പരീക്ഷ എഴുതിയ കുട്ടികൾ. നിങ്ങൾ പരിശോധിച്ച് നോക്ക്, എന്താ ഉണ്ടായത്? CBSE കുട്ടികൾ രക്ഷപ്പെട്ടു പോവുകയാണ്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പഠിച്ച ഈ കുട്ടികൾ എന്താ കോടതി പറഞ്ഞെന്നറിയോ? മാർക്ക് ഏകീകരണം നിയമവിരുദ്ധമാണ്. നിങ്ങളുടെ ഈ പ്രോസസ് മുഴുവൻ നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് ഈ കുട്ടികളെ അവരുടെ ഉന്നത പഠനത്തിലേക്കുള്ള വഴികൾ അംഗീകരിച്ചു കൊടുക്കാനാവില്ല. സുപ്രീം കോടതിയുടെ ഒരു ചോദ്യമുണ്ട്, അവസാന നിമിഷം നിങ്ങൾ എന്തിനാ ഇത് മാറ്റിയത്? മറുപടി പറയണ്ടേ വിദ്യാഭ്യാസ മന്ത്രി? എത്ര കുട്ടികളാ തെരുവാധാരമായി പോകുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ അപ്പീൽ പോവാത്തത് എന്ന് ചോദിക്കുന്നു.
അപ്പീലിൽ പോകണമെങ്കിൽ ന്യായം വേണം. ഈ വിദ്യാഭ്യാസ വകുപ്പിന് ന്യായമില്ല. പൊതുവിദ്യാലയത്തെ വിശ്വസിച്ച് പഠിച്ച ആയിരക്കണക്കിന് കുട്ടികള് അനാഥമായി പോവുകയാണ്. മനസ്സിലാക്കണം, രാജ്യം ഭരിക്കുന്ന ഒരു ഭരണകൂടത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഉത്തരവാദിത്തം വേണ്ടേ? ഏതെങ്കിലും തരത്തില്. ഞാൻ ഇന്ന് ഇവിടെ വന്നപ്പെടും, ഇന്നലെ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ഒരു ഗവൺമെന്റിന്റെ സമീപനങ്ങളെയാണ് ഞാൻ വിലയിരുത്തി പറയുന്നത്. നിങ്ങൾ നോക്കി, ഇന്ന് ഞാൻ ഇവിടുന്ന് സുബൈറിനെയും മഹമ്മൂദിനൊക്കെ വിളിച്ച് ഞാൻ ചോദിച്ചു, ഈ മഴയത്ത് എങ്ങനെ പരിപാടി നടത്താൻ? എന്തായിരുന്നു ഇന്നലത്തെ മഴ? ഇന്നലെ രാത്രിയിലൊക്കെ എഴുന്നേറ്റ് പോയപ്പോ ഉറങ്ങാൻ കണ്ണടയുന്നില്ല, ഭയമാണ്. അത്ര ആരവത്തോടെയുള്ള മഴ. ഞാൻ വയനാട്ടുകാരനാണ്. ഞാൻ അവിടെ രാത്രി ഉറങ്ങുന്നതിന്റെ കുറച്ച് മുമ്പാണ് മേപ്പാടിയിൽ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി കൂടിയായ വൈസ് പ്രസിഡന്റ് കൂടിയായ യഹ്യാഖാനെ വിളിച്ച് ചോദിക്കുന്നത്, എന്താ സ്ഥിതി? അവരൊക്കെ ചൂരൽമലയുടെ പരിസരത്ത് താമസിക്കുന്നവരാണ്. ഒരു മഹാദുരന്തം കണ്ടതല്ലേ നമ്മള്. ഞാനൊരു വയനാട്ടുകാരൻ കൂടിയാണ്. എനിക്ക് ആശങ്കയുണ്ടായി. രാത്രിയിൽ കണ്ണ് അടഞ്ഞു വരുന്നില്ല, അത്രമേൽ ഭയാനകമായ ഹുങ്കാരത്തോടു കൂടിയുള്ള മഴ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഈ കഴിഞ്ഞ പ്രളയം വന്നപ്പോ നമ്മുടെ മുഖ്യമന്ത്രി നെതർലാൻഡിൽ പോയി. അവനെ വേഗം പോയിക്കോളല്ലോ. നെതർലാൻഡിൽ പോയിട്ട് പറഞ്ഞത് അവിടുത്തെ വാട്ടർ മാനേജ്മെന്റ് പഠിക്കാനാണ്. അവിടുത്തെ പ്രളയം വന്നപ്പോ പോയത് അവരുടെ വാട്ടർ മാനേജ്മെന്റ് പഠിക്കാനാണ് 2019. ഇപ്പോ അത് 2025 പകുതിയായി. നിങ്ങൾ എന്ത് മാനേജ്മെന്റാ പഠിച്ചത്? നിങ്ങൾ എന്ത് സിസ്റ്റം അവിടെ കൊണ്ടുവന്നത്? ഈ മുഖ്യമന്ത്രിയോട് ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ, കോഴിക്കോട് കോർപ്പറേഷൻ, കൊച്ചി കോർപ്പറേഷൻ, ഈ കോർപ്പറേഷന്റെ നഗരമധ്യത്തില് 1 മണിക്കൂർ മഴ പെയ്താൽ ഒരു വണ്ടി പോവില്ല. വഴി മുഴുവൻ അടഞ്ഞ് വെള്ളമാണ്. വണ്ടികൾക്ക് യാത്ര ചെയ്യാൻ വഴിയ പുഴ പോലെയാവും റോഡുകൾ. നിങ്ങൾ എന്ത് കോപ്പിലെ വാട്ടർ മാനേജ്മെന്റ് പഠിക്കാനാണ് നെതർലാൻഡിൽ പോയത്? 9 കൊല്ലം ഭരണം കിട്ടിയിട്ട് ഒരു പ്രീ മൺസൂൺ വർക്ക് എന്താ നിങ്ങൾ ഈ നാട്ടിൽ നടത്തിയത്? എന്താ നിങ്ങൾ ചെയ്തത്? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടൊക്കെ എല്ലായിടത്തും ഈ മഴ വരുമ്പോൾ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരു മുൻകാല തയ്യാറെടുപ്പ്, മുന്നൊരുക്കം എന്താ നടത്തിയത്? ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ, ദുരന്ത നിവാരണം വരുന്നിടത്ത് നിങ്ങൾ വെറും പ്രവചിച്ചാൽ മതിയോ? നാളെ റെഡ് അലർട്ട്, മറ്റന്നാള് യെല്ലോ അലർട്ട്, ഇത് മതിയോ? ഈ ആളുകളെ ഇന്നലെയൊക്കെ പലരും പലയിടത്തു നിന്നും വലിയ ദുരന്തങ്ങൾ ഉണ്ടായിടത്ത് നിന്ന് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഭയമാവുകയാണ്. വില്ലേജ് ഓഫീസിൽ വിളിച്ചിട്ട് രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ ആളുകൾ കിട്ടുന്ന നമ്പറിൽ വിളിക്കുകയാണ്. എന്താ ചെയ്യേണ്ടത് ചോദിക്കുകയാണ്. കിട്ടാതിരിക്കുമ്പോ നമ്മെ പോലെയുള്ള സാമൂഹ്യ പ്രവർത്തകരാണ് ആശ്രയം, വിളിക്കും. എന്താ ചെയ്യാ? എവിടേക്കാ മാറി താമസിക്കുക? എങ്ങോട്ടാ പോവുക? എവിടെയെങ്കിലും ഞാൻ ചോദിക്കട്ടെ, ഒരു മഹാപ്രളയം കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞാൽ 1 വർഷം തികയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അറിയോ നിങ്ങൾ ലീഗ് ഉണ്ടാക്കുന്ന പദ്ധതിയുടെ പിറകെ കുറ്റാന്വേഷകരെ വിടുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു പ്രളയം വരുമ്പോ ഈ നാട് എങ്ങനെയാണ് ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചെയ്യേണ്ടത് എന്ന ഒരു മോഡലെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? അതിന് മുഖ്യമന്ത്രി എവിടെ? അയാൾ അമേരിക്കയിലാണ്. കേരളത്തിന്റെ ആരോഗ്യരംഗം മികച്ചതായതുകൊണ്ട് ന്യൂയോർക്കിൽ നിന്ന് വന്ന ഒരു കുട്ടി ചോദിക്കുകയാണ്, എന്തൊരു അത്ഭുതമാണ് ഈ നാട്. ആ കുട്ടിനെ കാണാൻ പോയതാ. ന്യൂയോർക്കിൽ നിന്ന് വന്ന കുട്ടി ചോദിച്ചത്രേ, എന്തൊരു മാറ്റമാണ് ഈ നാട്ടിലെ. ആ ന്യൂയോർക്കിൽ പോയി ആ അമേരിക്കയിൽ ചികിത്സിക്ക പനി വന്നാൽ ഓടുകയാണ് അങ്ങോട്ട്. ഇയാൾ പോകുമ്പോ ഇവിടെ ഒരു സിസ്റ്റം ഇല്ലേ മുഖ്യമന്ത്രി? ആരെങ്കിലുമൊക്കെ ഈ ഭരണം ഏൽപ്പിക്കണ്ടേ? കൊള്ളാവുന്ന ഒരുത്തനുമില്ല. നിങ്ങൾ അതിനെ പറ്റിയൊക്കെ വെട്ടിയിട്ടുണ്ട്, ശരിയാണ്. എന്നാൽ ഒരു ഫയൽ നീങ്ങാൻ, ഒരു ദുരന്തം കഴിഞ്ഞതല്ലേ, പെരും മഴ വരല്ലേ, ആ ഡിസാസ്റ്റർ മാനേജ്മെന്റിന് ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ട് വേണ്ടേ ഇയാള് പോകാൻ? മരുമോനെ ഏൽപ്പിച്ചാൽ മറ്റോട് സമ്മതിക്കൂല, മറ്റോട് ഏൽപ്പിച്ചാൽ മരുമോൻ സമ്മതിക്കൂല, മോള് തീരെ സമ്മതിക്കൂല, മോള് സമ്മതിച്ചാലും പേരക്കുട്ടി സമ്മതിക്കൂല. പിന്നെ എങ്ങനെയാ പടതായി വിജയ ഈ നാട്ടിലെ ഭരണം നടക്കുക? എങ്ങനെ നടക്കുക? ഇവിടെ ഈ ദുരന്ത നിവാരണ കാലത്ത് ഇനി ആരോഗ്യ മേഖല ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇന്നലെ കോട്ടയത്ത് വീണ്ടും മെഡിക്കൽ കോളേജിൽ പൈപ്പ് പൊട്ടിയിട്ട് സർജിക്കൽ റൂമിൽ വെള്ളം കയറി. ഇന്നലെ കഴിഞ്ഞ ആഴ്ചയിലാണ് അതിന്റെ ബിൽഡിംഗ് തകർന്ന ഒരാൾ മരിച്ചിട്ട് പത്രക്കാർ വരുമ്പോഴത്തേക്ക് ബോധം കെട്ട പോലെ ആരോഗ്യമന്ത്രി ആശുപത്രിയിലായത്. എന്റെ ആരോഗ്യമന്ത്രി ഏറ്റവും മിനിമം നമ്മളൊക്കെ അത് ചെയ്യില്ലേ?
ഇപ്പൊ ഞാൻ പറയാ, നമ്മൾ ഇവിടുത്തെ ഒരു ചെറിയ കോൺട്രാക്ടർ എന്തെങ്കിലും ഒരു കുത്ത് വീണ് പോയാൽ പിന്നെ ആ മഴ കഴിയുന്നവരെ അയാൾ ഇങ്ങനെ ശ്രദ്ധിക്കൂല. അവിടെ നോക്കണം, ഇവിടെ നോക്കണം, ഒരു ജാഗ്രത ഉണ്ടാവൂലേ? ഇതേ കോട്ടയത്തല്ലേ ഒരു ബിൽഡിംഗ് തകർന്ന് ആള് മരിച്ചുപോയത്? അതിന്റെ സർജിക്കൽ വാർഡിലേക്ക് വെള്ളം കയറിയിട്ട് ഇന്നലെ എല്ലാ പ്രവർത്തനവും മുടങ്ങി. അവിടെ ഒരാളെ വെച്ചോ നിങ്ങൾ? എന്താ സംഭവിക്കുന്നത് നോക്കാം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഏറ്റവും ആത്യന്തികമായ സൗകര്യങ്ങളോടുകൂടി നിങ്ങൾ പുതിയ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു, സംവിധാനം വന്നു. അവിടെ ഭീകരമായ തീ വന്നു. എന്നുവെച്ചാൽ ഏതോ ലോക്കൽ ജഗാനെ പിടിച്ചിട്ട് അതിന്റെ വൈദ്യുതി ഏർപ്പാട് നടത്തി. എന്നാൽ അത് പരിഹരിക്കാൻ എത്ര ദിവസം വേണം? ഇപ്പോഴും തുറന്നിട്ടില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജ് അങ്ങനെ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അങ്ങനെ, കോട്ടയം മെഡിക്കൽ കോളേജ് അങ്ങനെ. ആരോഗ്യ രംഗത്ത് ഞാൻ അന്ന് പറഞ്ഞു, കേരളത്തിലെ ആരോഗ്യമന്ത്രിയെ കുറിച്ച് ചുക്കും ചുണ്ണാമ്പും അറിയില്ല എന്ന് പറഞ്ഞു. അതിന് ഞാനൊരു സാധനം എന്ന് പറഞ്ഞു കളഞ്ഞു. ഞാൻ പറഞ്ഞു, നമ്മുടെ നാട്ടിൻ പ്രതി ഇതെന്തൊരു സാധനമാണ് എന്നൊക്കെ നമ്മൾ ചോദിക്കൂലേ? ആ വർത്താനം പറഞ്ഞാൽ അതിൽ ഗോവിന്ദ മാഷു കേസ് എടുത്തോളൂ. എടുത്ത കേസ് ഇടണോ? എടുത്ത കേസ് എവിടെയാ? ആ കേസ് എവിടെയാ? എടുത്തോ? അത് പലപ്പോഴും ഗോവിന്ദ മാഷ് അനങ്ങിയാ പറയും കേസ് എടുത്തോളൂ. കേസ് എടുത്തോളെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ബേജാറാവുകയാണ്. ഇപ്പൊ എന്റെ കേസൊക്കെ തീർന്നതിന്റെ വിഷമത്തിൽ നിൽക്കുകയാണ് ഞാൻ. ഒരു കേസ് നിങ്ങൾ ഉണ്ടാക്കിക്കോളി, കേസ് ഉണ്ടാക്കങ്ങള്. ഞാൻ ചോദിക്കണം, ആ കേസ് എവിടെ ഗോവിന്ദ മാഷെ? ഞാൻ പറഞ്ഞ ചുക്കും ചുണ്ണാമ്പും തിരിയുന്നതല്ല, അതിന്റെ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ? അതുകൂടി തിരിയാത്ത ഒരു മന്ത്രിയാണ് കേരളത്തിലെ ആരോഗ്യമന്ത്രി. ഇടക്കിടക്ക് മുഖ്യമന്ത്രിനെ ഈ കപ്പൽ തകരില്ല സാർ, ഇതാണ് ഈ കപ്പൽ തകര് ഇടക്കിടക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കും. ചാനലിൽ പണിയെടുത്തതല്ലാതെ നാട്ടിൽ അധ്വാനിച്ച് പണിയെടുക്കുന്ന ഒരു സഖാവിന് ഉള്ള രാഷ്ട്രീയ ബോധമോ ജനബന്ധമോ ഇല്ല. മുഖ്യമന്ത്രി പിടുവിനെ മണിയടിച്ച് ശീലമല്ലാത്ത ഒരു ശീലവും ഇല്ലാത്ത ഒരാളെ പിടിച്ച് ആരോഗ്യ വകുപ്പ് ഏൽപ്പിച്ചത്. എന്തൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ ആരോഗ്യമന്ത്രിയുടെ സ്ഥിതി എന്തായിരുന്നു? അവരാണ് കഴിഞ്ഞ ഗവൺമെന്റിൽ ഇത്തിരിയെങ്കിലും പെർഫോം ചെയ്ത്. ഒരു വലിയ സംഭവമായിട്ടല്ല, ബാക്കിയുള്ളവർക്ക് അതിനേക്കാൾ മോശമായിരുന്നു എന്നതുകൊണ്ട് അവർ കുറച്ച് പെർഫോം ചെയ്തു. ശൈലജ ടീച്ചർ ആ ഒറ്റ കാരണത്തിലല്ല അവരെ മാറ്റിയത്. എന്നിട്ടുള്ള ഈ മണിയടി വീരത്തിയെ കൊണ്ടുവന്ന് നിങ്ങൾ ആരോഗ്യമന്ത്രിയാക്കിയത്. എന്നിട്ട് ഇപ്പൊ എന്താ സ്ഥിതി? സർജിക്കൽ വാർഡിൽ വെള്ളം കയറുമ്പോൾ ബോധം കെട്ടാൽ പ്രശ്നം തീരുവോ? കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ OP കത്തുമ്പോ ഒരു വയറിങ് മാറ്റിയിട്ട് അവിടെ വീണ്ടും OP ഓപ്പൺ ചെയ്യാൻ സൗകര്യം ഒരുക്കാതെ മാറി നിൽക്കലാണോ നിങ്ങൾ ചെയ്യുന്ന ആരോഗ്യ മേഖല പരിരക്ഷ എന്ന് പറയുന്നത്? ആണോ? ഇതെന്തൊരു സർക്കാരാണ്, എന്തു ഭരണരീതിയാണ്? ഞങ്ങൾ പറയുന്നത് ഒരു ഗവൺമെന്റ് എന്നതിലേക്ക് നിങ്ങൾക്ക് ഭരിച്ചു കൊണ്ടുപോകാൻ കഴിയാതെ പോകുന്നത് നിങ്ങളുടെ കാഴ്ചപ്പാടുകളുടെ പ്രശ്നമാണ്. ഇത് തന്നെയാണ് നരേന്ദ്രമോദിയുടെ പ്രശ്നം. ഇത് തന്നെയാണ് നെതന്യാഹുവിന്റെ പ്രശ്നം. നിങ്ങൾ വിചാരിക്കും വെറുതെ ഇങ്ങനെ പറയാണ്. വിഷൻ അല്ല, പക. അതുണ്ടായാൽ ഒരാൾക്കും ഭരിക്കാനാവില്ല, ഒരുത്തരെ ശരിയാക്കാൻ. ഞാനൊക്കെ രാഷ്ട്രീയത്തില് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ ഒരു മുഖ്യമന്ത്രി പദവിയിൽ നിൽക്കുന്ന ഒരാളുമായി തട്ടിച്ചു നോക്കിയാൽ എത്ര താഴെ തട്ടി നിൽക്കുന്ന ഒരാളാണ്. എന്നെപ്പോലെ ഒരുത്തന്നെ ഗവൺമെന്റിന്റെ സകലമാന മെഷീനറിയും ഉപയോഗിച്ച് വേട്ടയാടാൻ ഇറങ്ങി പുറപ്പെട്ടാൽ, അതിനുവേണ്ടി ശശിയെ പോലെ കുറെ ആളുകളെ നിയോഗിച്ചാൽ, അതിനാണ് പക എന്ന് പറയുന്നത്. ഇതൊരു ഗവൺമെന്റിന്റെ രീതിയല്ല, മര്യാദയല്ല. അങ്ങനെ പകവച്ച് പെരുമാറേണ്ടവരല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി. ചോരയുടെ മണം മാത്രമുള്ള ഒരു രാഷ്ട്രീയത്തിന് മനുഷ്യന്റെ സങ്കടങ്ങൾ കേൾക്കാനാവില്ല. കേട്ടാൽ അത് മനസ്സിലാവില്ല. അതാണ് പ്രശ്നം. കേട്ടാൽ മനസ്സിലാവില്ല. ആർത്തലക്കുന്ന മനുഷ്യന്റെ വയറ്റിലേക്ക് പിന്നെയും പിന്നെയും ആയുധങ്ങൾ കയറ്റിയിറക്കുന്ന ഒരു പ്രത്യയ ശാസ്ത്രത്തിന് തലവേദനയും നെഞ്ചുവേദനയും കരളുവേദനയുമുള്ള മനുഷ്യന്റെ സങ്കടങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. പിന്നെയല്ലേ സ്കൂൾ കുട്ടിയുടെ, പിന്നെയല്ലേ വിശക്കുന്നവന്റെ, പിന്നെയല്ലേ രോഗിയുടെ ഉണ്ടാവില്ല. വിഷണറി ഇല്ലാത്ത ഒരു ഭരണകൂടം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഈ രാജ്യത്തിലെ മനുഷ്യർ അഭിമുഖീകരിക്കുന്ന പ്രശ്നം. മനുഷ്യരുടെ കൂടെ നിൽക്കാനാവുക എന്നതാണ് ആധുനിക കാലത്ത് ഉയർത്തിപ്പിടിക്കേണ്ടുന്ന